വസുദേവരുടെയും ദേവകിയുടെയും വിവാഹ ഘോഷയാത്രയിൽ ദേവകിയുടെ സഹോദരനായ കംസനാണ് തേരു തെളിച്ചിരുന്നത്. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി. ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. ഈ അശരീരി കേട്ട് കോപാകുലനായ കംസൻ ദേവകിയെ വധിക്കാൻ വാളോങ്ങിയത്രേ. തന്ത്രശാലിയായ വസുദേവർ പല കാപ്പട്യങ്ങളും നടത്തിയെങ്കിലും ഫലിച്ചില്ല. ഒടുവിൽ ദേവകിയുടെ കുട്ടികളെ ജനന സമയത്ത് തന്നെ കംസനെ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് കരാറുണ്ടാക്കി. അതുകേട്ട് കംസൻ അവരുടെ വലയിൽ വീഴുകയും അവരെ വിട്ടയക്കുകയും ചെയ്തു. ആദ്യപുത്രനായി കീർത്തിമാൻ എന്ന കുട്ടി ജനിക്കുകയും വസുദേവർ ആ കുട്ടിയെ കംസനെ ഏൽപ്പിക്കുകയും ചെയ്തു. 6 തവണ ഇങ്ങനെ പ്രസവിച്ച കുട്ടികളെ കംസൻ നിലത്തടിച്ചു കൊന്നു. ദേവകി 7ാമതും ഗർഭം ധരിച്ചു. അത് അനന്തന്റെ അംശമായതിനാൽ വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം മായാദേവി ദേവകിയുടെ ഗർഭത്തെ വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഉദരത്തിലാക്കി. അതാണ് ബലരാമൻ. ദേവകി 8ാമതും ഗർഭം ധരിച്ചു. ചിങ്ങമാസത്തിൽ ബ്രഹ്മനക്ഷത്രങ്ങൾ ചേർന്നു നിൽക്കുന്ന കൃഷ്ണപക്ഷ അഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്നു വരുന്ന അഷ്ടമി രോഹിണിയിൽ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി മധുരയിലാണ് ശ്രീകൃഷ്ണൻ പൂജാതനായത്. കൽത്തുറങ്കിൽ രാത്രി 12 മണിക്ക് വിധാതാരോഹിണി എന്ന മുഹൂർത്തത്തിലാണ് കൃഷ്ണൻ ജനിക്കുന്നത്. മഹാപ്രഭു പറഞ്ഞതനുസരിച്ച് ചന്ദ്രൻ, ശനി, കുജൻ, ബുധൻ ഇവ ഉച്ചത്തിൽ സ്ഥിതി ചെയ്തു. ഇടവലഗ്നത്തിൽ കേതുവും ചന്ദ്രനും, ചിങ്ങത്തിൽ സൂര്യനും, മീനത്തിൽ വ്യാഴവും, തുലാത്തിൽ ശുക്രനും, വൃശ്ചകത്തിൽ രാഹുവും നിൽക്കുകയും ചെയ്തു. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ വിലസുന്ന തൃക്കൈകളോടെയാണ് ഭഗവാൻ അവതരിച്ചത്. എല്ലാ ദേവന്മാരും ആകാശത്ത് കണ്ടുനിന്നതായി ചരിത്രം. അത് കഴിഞ്ഞ് 7ാം നാൾ കറുത്ത വാവായിരുന്നു. എങ്കിലും പൗർണമി ചന്ദ്രനെ പോലെയാണ് പ്രഭ ചൊരിഞ്ഞത്. ഈ ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തിയായും ഗോകുലാഷ്ടമിയായും ആചരിക്കുന്നത്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.